നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂർ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് ജീവനൊടുക്കുമ്പോൾ അതിനു പിന്നിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതായി കണക്കാക്കപ്പെടുന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി, അധ്യാപകർ നടത്തിയ വിചാരണ, ഒപ്പം അവൻ നേരിട്ട വിവേചനം, ഇതെല്ലാം ചേർന്നാണ് അവൻ ജീവൻ അവസാനിപ്പിക്കാൻ അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ആ റാം എന്ന അധ്യാപകനെതിരെ നടപടിയെടുക്കാനാണ്, പുറത്താക്കാനാണ് കോളേജിന്റെ തീരുമാനം. വിശദമായി നോക്കാം. സ്വാഗതം 20th അവറിലേക്ക്. നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിന് നിർണായക തെളിവുകൾ. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. നിതിൻ ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന്. ലോൺ ആപ്പിന്റെ ഭീഷണിയോ ജീവനെടുക്കാൻ കാരണം? കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ്, അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അധ്യാപകരിൽ നിന്നുണ്ടായ പീഡനങ്ങൾക്കൊപ്പം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ, ഭീഷണികളും ആ മരണത്തിന് വഴിവെച്ചു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് 3 കാര്യങ്ങളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അധ്യാപകരിൽ നേരിട്ട ജാതി വിവേചനത്തിനൊപ്പം ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദവും പ്രിൻസിപ്പലും അധ്യാപകരും നടത്തിയ ചോദ്യം ചെയ്യലും. അധ്യാപകനായിട്ടുള്ള ഡോക്ടർ MK റാമിൽ നിന്നുള്ള പീഡനം നേരിട്ടത് മാർച്ച് ആദ്യമാണ്. വിദ്യാർത്ഥികളും റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു. അവൻ പറഞ്ഞതെല്ലാം അത്രയും ശരിയാണ് എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ പറഞ്ഞത്. ചെരുപ്പിട്ട് വന്ന തന്നെ കോളനി എന്ന് വിളിച്ചുവെന്നാണ് ഒരു വിദ്യാർത്ഥി ആരോപിക്കുന്നത്. തന്നെ കാണാൻ ഗോത്രവർഗക്കാരനെ പോലെ ഉണ്ട് എന്നും പരിഹസിച്ചു. സഹപാഠിയായ പെൺകുട്ടിയെ കൊണ്ട് ചെരുപ്പ് വെച്ച് തല്ലിക്കാൻ ശ്രമിച്ചുവെന്നും ആ വിദ്യാർത്ഥി പറഞ്ഞു. നിറം കൂടിയവരെ വെള്ളപ്പാറ്റ് എന്നും പെൺകുട്ടിയെ കറുത്ത പശു എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്ന ഒരധ്യാപകനാണ് അയാളെന്നാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുൻപിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിയിൽ ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല, ക്ലാസ്സിനെ ബോഡി ഷെയിം ചെയ്യാറുണ്ട്, എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുപ്പിട്ടാണ് പറയാറുണ്ട്. പക്ഷേ നിറം കൂടെ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താക്കാ സംസാരിക്കുന്നത്. ഇപ്പം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു ട്രോമ നടന്നിട്ടുണ്ട്, അവരും സൂസൈഡ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾക്ക് പറഞ്ഞ സാറുണ്ട്, എല്ലാവരും നോക്കുക, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മളെത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിൽ എങ്ങനെ കളയും. അത് പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ്സെങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചു ചോദിക്കും, പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാം ഇറങ്ങിപ്പോക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ രണ്ടിന് അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റ് ആയിരുന്നു സാറിൻ്റെ. തങ്ങളെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് ആളെ വെച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഫോട്ടോയും ദൃശ്യങ്ങളുമൊക്കെ അവർ പകർത്തി. കരിയർ ഇല്ലാതാക്കുമെന്ന് പലപ്പോഴും തങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. മാനേജ്മെന്റ് സംബന്ധിച്ച് ആ വിദ്യാർത്ഥികൾക്ക് പോലും പല അവ്യക്തതകളുമുണ്ട്. അവിടുത്തെ സീനിയർ അധ്യാപകർക്ക് പോലും ആ മാനേജ്മെന്റുമായി എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യമില്ല എന്നാണ് ആ വിദ്യാർത്ഥികളുടെ പക്ഷം.
ഇപ്പൊ മാനേജ്മെന്റ് അയച്ചിരിക്കുന്നത് ഒരു പവറും ഇല്ലാത്ത, ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരാളാണ്. ഞങ്ങൾ ആ ഒരു സാറിന്റെ അടുത്ത് കാര്യങ്ങൾ കംപ്ലൈന്റ് പറയുമ്പോൾ ആ സാർ പറയുന്ന ഒരുപാട് പരസ്പര വിരോധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഉൾപ്പെടെ ഈ റാം സർ എന്ന് പറഞ്ഞ ആള് കറുത്തവനാണ്. ആ കറുത്ത ആൾക്ക് എങ്ങനെ കറുത്ത ആളെ അധിക്ഷേപിക്കാൻ പറ്റും എന്ന് വരെ അത്രയും പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ, ഒരു പവർ ഇല്ലാത്ത ആളെ ഇങ്ങോട്ട് വിട്ടേക്കുവാണ്. ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അല്ല അത് കുറച്ചും കൂടി വേറെ കുറെ കാര്യങ്ങൾ കോളേജിൽ എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാവണം. ആദ്യം നോക്കും, എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാൾ വന്നിട്ട് അവരോട് സംസാരിച്ച് അതിലൊരു തീർപ്പ് വരുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ പ്രിൻസിപ്പൾ 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത് കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുകളിലാണ്. പ്രിൻസിപ്പളിന് അറിയില്ല കംപ്ലൈന്റ് കൊടുത്ത കാര്യം. 3 മാസമല്ല, ഈ MK റാം എന്ന് പറയുന്ന സാറിന്റെ പേരിൽ ഇഷ്ടംപോലെ അലിഗേഷൻസ് പിള്ളേര് വെർബലി ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കേസ് വന്ന് ആ MK റാമിന്റെ പേരിൽ ഉയർന്നുകൊണ്ടാണ് പുള്ളി മാത്രം എന്നുള്ളത്. അത് നമ്മൾ ബാക്കിയുള്ള കംപ്ലൈന്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മാനേജ്മെന്റ് അധ്യാപകരുണ്ട്. അപ്പൊ അത് മാനേജ്മെന്റായി സംസാരിച്ച് അവർ നമുക്ക് ഡിസിഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പക്വമായിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നവരെ നമ്മൾ അവരോട് അത് സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രതിഷേധം നിർത്തുള്ളൂ. വിവാദങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് ഡോക്ടർ റാമിന്റെ ചിറക്കുനിയിലെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് ഇന്ന് നടന്നത്. പുതിയൊരു താഴിട്ട് ക്ലിനിക്ക് പൂട്ടിയ പ്രവർത്തകർ അംബേദ്കറുടെ ചിത്രവും പതിച്ചു. ഇനി ലോൺ സംബന്ധിച്ച പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടിയിരുന്നു നിതിനെ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അധ്യാപികയായിട്ടുള്ള ലതാ ശശിധരൻ, ആ അധ്യാപികയുടെ ഗ്യാരണ്ടിയിൽ ലോൺ ആപ്പിൽ നിന്നും 14,000 രൂപയോളം നിതിൻ വായ്പയെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വായ്പയുമായി ബന്ധപ്പെട്ട് അധ്യാപിക പരാതി നൽകിയിരുന്നുവെന്ന് കോളേജ് പ്രിൻസിപ്പലും സ്ഥിരീകരിച്ചു. ആ ലോൺ ആപ്പിൽ നിന്ന് അധ്യാപികയ്ക്ക് ഉൾപ്പെടെ മെസ്സേജുകൾ വന്നതിൽ അവൻ വല്ലാതെ ദുഃഖിതനായിരുന്നു. അങ്ങനെ ഇതേ തുടർന്ന് ഏപ്രിൽ 10-ാം തീയതി പ്രിൻസിപ്പൽ നിതിനെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ഏതാണ്ട് 35 മിനിറ്റോളം നീണ്ട സംഭാഷണത്തിനൊടുവിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് നിതിൻ പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തിറങ്ങിയ നിതിൻ 10 മിനിറ്റിനകം തന്നെ ജീവൻ ഒടുക്കിയെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അധ്യാപിക പരാതി നൽകിയിരുന്നുവെന്ന് പ്രിൻസിപ്പൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന്റെ അന്ന് ആ ഒരു പരാതി വന്നതെന്ന് പറഞ്ഞാൽ മാഡം തന്ന പരാതിയുടെ പേരിലാണ് അന്ന് നടന്ന ഡിസ്കഷൻ. ആ പരാതി മേലായിരുന്നു. അതെ അതെ, 10-ാം തീയതി മാഡത്തിന്റെ പരാതിയുണ്ട്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്, അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാൻ മീൻസ് എന്റെ ഒരു ഇതാണ്, കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. അല്ല, അന്നേ ദിവസം കൊടുത്തിട്ടില്ലല്ലോ, 10-ാം തീയതി ആ പരാതി. അതെ, 10-ാം തീയതി പരാതി എഴുതി മാഡത്തിന്റെ, കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിൻ്റെ ലോൺ എന്തോ എടുത്തു, അപ്പം കോൺസ്റ്റൻ്റായിട്ട് അടയ്ക്കണം, ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിൻ്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇൻസ്റ്റപേ എന്ന ലോൺ അക്കൗണ്ടിൽ നിന്നും ആപ്ലിക്കേഷനിൽ നിന്നുമാണ് 14,000 രൂപ നിതിൻ വായ്പ എടുത്തിരുന്നത്. സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിൽ ഗ്യാരണ്ടിയറായത് അധ്യാപിക ലതാ ശശിധരനാണ്. തിരിച്ചടവ് മുടങ്ങിയതോടെ അധ്യാപികയ്ക്ക് ഭീഷണി സന്ദേശങ്ങളും കോളുകളും തുടർച്ചയായി വന്നു. ഇതിനെ തുടർന്നാണ് ഇവർ പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. നിതിന്റെ ഫോണിൽ ഏപ്രിൽ 9 മാത്രം 98 ഭീഷണി സന്ദേശങ്ങളും കോളുകളും ഈ ലോൺ ആപ്പ് കമ്പനിയിൽ നിന്നും വന്നു എന്നാണ് സൈബർ സെല്ലിന്റെ കണ്ടെത്തൽ. അതേ ദിവസം അധ്യാപികയ്ക്കും 28ഓളം ഭീഷണി സന്ദേശങ്ങളെത്തി. നിതിന്റെ ഫോൺ പ്രിൻസിപ്പൽ പിടിച്ചു വെച്ചതായിട്ടാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതാണല്ലോ, മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ നിതിൻ ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനത്തെയും കുറിച്ച് പോലീസ് അത് കുറച്ചു കാണുന്നില്ല. എന്താണെങ്കിലും വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധത്തിനൊടുവിൽ റാം എന്ന ആ മാതൃകാപരമല്ലാത്ത അധ്യാപകനെ പുറത്താക്കാനാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം. ബന്ധുവായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. യുവാവ് ലക്ഷ്യമിട്ടത് ഒന്നിലേറെ കൊലപാതകങ്ങൾ. മൃതദേഹം സെല്ലോ ടേപ്പ് ചുറ്റിയ നിലയിൽ.
യുവാവ് സ്ഥിരം പ്രശ്നക്കാരനെന്നും ബന്ധുക്കൾ. കോഴിക്കോട് ചെലവൂരിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. 16 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരി എന്ന് വിളിക്കാവുന്ന ബന്ധുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ യുവാവ് ആത്മഹത്യ ചെയ്തു. മുഴിക്കൽ സ്വദേശിനിയായിട്ടുള്ള നസ്രീനെയാണ് കൊല്ലപ്പെട്ടത്. ഈ പെൺകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള അദ്നാൻ എന്ന യുവാവാണ് നസ്രീനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നത്. ആ കൊലപാതകത്തിന് ശേഷം അദ്നാൻ സ്വയം ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിൽ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഷ്യം. മുഴിക്കൽ പൂതൻകുഴിയിൽ റംസീനയുടെയും സഹോദരി ഹസീനയുടെയും മക്കളാണ് ഈ മരിച്ച നസ്രീനയും അദ്നാനും. നിസാർ റംസീന ദമ്പതികളുടെ മകളാണ് നസ്രീന. അഷ്റഫ് ഹസീന ദമ്പതികളുടെ മകനാണ് മരിച്ച അദ്നാനും. പൊന്നാനിയിലാണ് അദ്നാന്റെ വീട്. എന്നാൽ അതിന്റെ ഉപ്പുപ്പ ഹംസയ്ക്കും ഉമ്മുമ്മ സഫിയയ്ക്കും ഒപ്പം മുഴിക്കലിലെ തറവാട്ട് വീട്ടിലായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ നസ്രീനയും അദ്നാനും താമസിച്ചിരുന്നത്. ചില പ്രശ്നങ്ങളുണ്ടായി. അതേ തുടർന്ന് അദ്നാൻ കുറച്ച് നാളുകൾ മുമ്പ് ഈ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. ഈ സംഭവ ദിവസം തറവാട് വീടിന്റെ ഒരു കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് അവൻ ആ വീടിനുള്ളിൽ കടന്നതെന്നാണ് കരുതുന്നത്. അതിനുശേഷം നസ്രീനെ കൊലപ്പെടുത്തി. ആത്മഹത്യ ചെയ്തു കൊലപാതകത്തിന് ശേഷം. ഈ യുവാവ് സ്ഥിരം ഒരു പ്രശ്നക്കാരനാണെന്നാണ് ബന്ധുക്കളൊക്കെ നൽകുന്ന വിവരം. വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചെടുക്കുന്ന പ്രവണത പലവട്ടം കാണിച്ചിട്ടുണ്ട്. മറ്റു ദുർനടപ്പുകളും. ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് അദ്നാനെ ആ തറവാട്ട് വീട്ടിൽ നിന്നും പുറത്താക്കിയത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നസ്രീനെയാണ് ഈ അദ്നാനാണ് മോഷണങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ള വിവരം വീട്ടിൽ അറിയിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതും. അങ്ങനെയാണ് അവളോട് അവന് വൈരാഗ്യമാവുന്നത്. ഇതിനുശേഷമാണ് അദ്നാന് ആ തറവാട്ട് വീട്ടിലേക്ക് കയറാനുള്ള വിലക്ക് നേരിടുന്നതും. അങ്ങനെ 6 മാസം മുമ്പ് കൊളത്തറയിലെ ഒരു വീട്ടിലേക്ക് അവൻ താമസം മാറി. ഈ സംഭവത്തിന്റെ വൈരാഗ്യത്തിൽ അദ്നാൻ ഈ കുറ്റകൃത്യത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് സംശയം. കൊളത്തറയിൽ നിന്നും ഈ മുഴിക്കലിലെത്തി തറവാട് വീട് കള്ളത്താക്കോലിട്ട് തുറന്ന് അദ്നാൻ കുറ്റകൃത്യം നടത്തുകയായിരുന്നു. രാവിലെ 5:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ മരണപ്പെട്ട നസ്രീന, ഉമ്മ റംസീന, ഉമ്മുമ്മ സഫിയ എന്നിവരാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. വീട് തുറന്ന് അകത്ത് കയറി അദ്നാൻ ആദ്യം ആക്രമിച്ചത് നസ്രീനയാണ്. പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഉമ്മുമ്മയും കൊല്ലാൻ ശ്രമിച്ചു. ഉമ്മുമ്മയുടെ ബഹളം കേട്ടാണ് മറ്റു ബന്ധുക്കളൊക്കെ ഓടിക്കൂടുന്നത്. ആള് കൂടിയതോടെ ആ വെപ്രാളത്തിൽ അടുത്തുള്ള ഒരു മുറിയിലേക്ക് അദ്നാൻ ഓടിക്കയറി. ബന്ധുക്കൾ അവനെ ആ മുറിയിൽ പൂട്ടിയിട്ടു. അതിനുശേഷം നസ്രീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിലായിരുന്നു അവർ. അങ്ങനെ ആശുപത്രിയിൽ പോയി. അപ്പോഴേക്കും അവളുടെ മരണം സംഭവിച്ചിരുന്നു. തിരികെ എത്തി നോക്കുമ്പോഴാണ് ഈ അദ്നാനെയും മരിച്ച നിലയിൽ ആ മുറിയിൽ കണ്ടെത്തുന്നത് എന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. എന്നാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കും. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. അതെ, ഇപ്പം പ്രിലിമിനറി ആയിട്ട് അതാണ് ഞങ്ങളുടെ ഫൈൻഡ് ചെയ്യുക. ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അല്ല, അത് ഇപ്പോഴേ പറയാറായിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും പറയാൻ പറ്റും. അപ്പൊ അത് പോസിബിൾ സൂയിസൈഡ് ആണ്. പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പക്ഷേ നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് ഈ അദ്നാൻ ആ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുമ്പോൾ അവന്റെ വായും ശരീരവും സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു. അദ്നാന്റെ പിതാവ് അഷ്റഫ് കണ്ണൂരിലാണ് ജോലി ചെയ്യുന്നത്. നസ്രീനയുടെ പിതാവ് നിസാർ വിദേശത്തും. എന്താണെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രം കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇന്നലെ വൈകിട്ട്
കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് അദ്നാൻ അവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. രാത്രി 7:30 കൂടിയാണ് ആ വീടിനുള്ളിലേക്ക് അയാൾ കയറിയതും വീടിന് മുൻവശത്ത് ആ വിഷുവാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്ന വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചാണ് അകത്ത് കയറിയതെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഇയാൾ അടുക്കള ഭാഗത്ത് CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ അത് തിരിച്ചു വെക്കുന്നുണ്ട്. അവിടെയും ഒരു ക്ലിപ്പിൽ അദ്നാന്റെ മുഖം കാണാം. പെൺകുട്ടിയുടെ മുറിയിൽ കയറി പറ്റിയ അദ്നാൻ അങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്ന് കരുതുന്നു. ഷാൾ കഴുത്തിൽ മുറുക്കിയാണ് നസ്രീനെ കൊന്നത് എന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്താണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ട്വന്റി മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗെയിം കളിക്കുന്നു തടഞ്ഞ മലയാളി അധ്യാപികയുടെ മൂക്കിടിച്ചൊടിച്ചു. വിദ്യാർത്ഥിയുടെ മർദ്ദനം ചെങ്ങന്നൂർ സ്വദേശിനിയായ സ്മിതയ്ക്ക് നേരെ. ക്ലാസ്സിൽ ഗെയിം കളിക്കുന്നത് തടഞ്ഞതിനാണ് മാലദ്വീപിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന മലയാളിക്ക് ക്രൂരമർദ്ദനമേറ്റത് വിദ്യാർത്ഥിയിൽ നിന്ന്. ചെങ്ങന്നൂർ സ്വദേശിനിയായിട്ടുള്ള സ്മിതയ്ക്കാണ് ഈ വിദ്യാർത്ഥിയിൽ നിന്ന് മർദ്ദനമേൽക്കുന്നത്. വിദ്യാർത്ഥിയുടെ ഇടിയേറ്റ അധ്യാപികയുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലേറ്റു. സാരമായി പരിക്കേറ്റ ആ അധ്യാപികയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ ലാബിൽ പഠിപ്പിക്കുന്നതിനിടെയാണ് ഈ സംഭവമെന്നാണ് സ്മിത പറയുന്നത്. ഒരു വിദ്യാർത്ഥി കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് വിലക്കുകയും മോണിറ്റർ ഓഫ് ചെയ്യുകയും ചെയ്തു. വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ മൊബൈലിൽ വീഡിയോ എടുത്ത് മറ്റ് അധ്യാപകരെയും സ്കൂൾ അധികൃതരെയും അറിയിക്കുമെന്ന് സ്മിത താക്കീത് നൽകി. അപ്പോഴായിരുന്നു പ്രകോപനം. അധ്യാപികയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. മാത്രമല്ല പിന്നാലെ തുരുതുരാന്ന് മുഖത്തേക്ക് ഇടിക്കുകയും ചെയ്തു. മൂക്കിന് 3-4 തവണ ഇടികിട്ടിയെന്നാണ് ആ സ്മിത പറയുന്നത്. മാത്രമല്ല മുടി കുത്തിപ്പിടിച്ച് തലയ്ക്ക് പിന്നിലും മർദ്ദിച്ചു. ഞാൻ ചെന്നപ്പോൾ ഗെയിം കളിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ മോട്ടർ ഓഫ് ചെയ്തു. ഞാനോട് മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. പിന്നെ അവനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കി. ഒരു സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗെയിമിംഗ് ആണ്. ഞാനത് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ LTA എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്ത്. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തെറിഞ്ഞ ഇതിൽ ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതിൽ ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെന്നെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എൻ്റെ മൂക്കിൽ ഇടിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് തലയുടെ ബാക്ക് സൈഡിലും മുടി പിടിച്ച് വലിച്ചിട്ട് 2-3 ഇടി ഇടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് 3-4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് എന്നെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോയത്. ഞാനാകപ്പെടെ സ്റ്റക്കായിപ്പോയി. അത്രയും 4 ടീച്ചേഴ്സും അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഇൻസിഡന്റ് ഇതിൽ അവസാനിച്ചത്. അല്ലെങ്കിൽ അതിലും മേലെ പോയേനാ ചിലപ്പോൾ. ലാബിലുണ്ടായിരുന്ന മറ്റു നാല് അധ്യാപകർ ചേർന്ന് സ്മിതയെ പെട്ടെന്ന് വലിച്ചു മാറ്റി രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുകയായിരുന്നു. പരിക്കേറ്റ അധ്യാപികയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ പരിശോധനയിലും എക്സ്റേയിലും CT സ്കാനിലും ഒക്കെ മൂക്കിന് പൊട്ടലുണ്ടെന്നും ആ എല്ലിന് പൊട്ടലുണ്ടെന്നും അതിന് സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും ഒക്കെ കണ്ടെത്തി. 10 ദിവസത്തിനുള്ളിൽ ശസ്ത്രക്രിയ നടത്താനാണ് നിർദ്ദേശം. എന്താണെങ്കിലും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷമായി മാലദ്വീപിൽ കമ്പ്യൂട്ടർ അധ്യാപികയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. ഫെബ്രുവരി 1-ാം തീയതി തന്നെ ജോലി രാജിവെച്ചിരുന്നു. 3 മാസത്തെ നോട്ടീസ് പീരീഡ് പൂർത്തിയാക്കി ഏപ്രിൽ 30-ാം തീയതി മടങ്ങാനിരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. തനിക്ക് നേരിട്ട ശാരീരിക മാനസിക ആഘാതത്തിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും സഹായവും നീതിയും ലഭിക്കണമെന്നും ഇനി മറ്റൊരു അധ്യാപികയ്ക്കും ഈ ദുരവസ്ഥ ഉണ്ടാകരുതെന്നുമാണ് അവരുടെ പ്രതികരണം. സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. എന്നാണെങ്കിലും ഒരു കാര്യം ഓർക്കണം, മാലദ്വീപിൽ
അധ്യാപകരായി ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം മലയാളികളുണ്ട്. അപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കാര്യപ്രസക്തമായിട്ടുള്ള വിഷയമാണ്. ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുന്നിതാവറിന്റെ സമയയുടെ പൂർണ്ണമാവുകയാണ്. നിഗൂഢതകളുടെ ഈ 20 മണിക്കൂർ വീണ്ടും നാളെ. നമസ്കാരം.